എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. കർക്കിടക മാസത്തിൽ ശരീരബലം കുറഞ്ഞ് പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞ് പലതരം അസുഖങ്ങൾ വരാൻ സാധ്യതയേറെയാണ് അല്ലേ. നടുവേദന, സന്ധിവേദന, ഗ്യാസ് ട്രബിൾ, ഷുഗർ, ശരീരബലക്കുറവ് എന്നിവയ്ക്കൊക്കെ ഈ കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. ഞാനിത് തയ്യാറാക്കുന്നത് കഞ്ഞി കിറ്റ് ഉപയോഗിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഡിന്നറിന് പകരമായിട്ടോ നമുക്ക് ഈ കഞ്ഞി കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ശാന്തിഗിരി കിറ്റ് ഉപയോഗിച്ച് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് 500 ഗ്രാം വരുന്ന കിറ്റാണ്. ഇതുപോലെയുള്ള കഞ്ഞിക്കൂട്ട് ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നവരരി ഉണ്ട്. നവരി അരിയുടെ 2 പാക്കറ്റാണ് ഉള്ളത്. പിന്നെ ഉള്ളത് സൂചി ഗോതമ്പാണ്. ചെറുപയറുണ്ട്. ഉലുവയുണ്ട്. പിന്നെ ഇതാ ഇതിന്റെ കൂടെ ഒരു മരുന്ന് പൊടി കൂടി ഉണ്ട്. ഈ കിറ്റിന്റെ കൂടെ കർക്കിടക കഞ്ഞിയെ കുറിച്ചുള്ള കുറച്ച് അറിവും അതുപോലെ തന്നെ തയ്യാറാക്കുന്ന വിധവും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് 4 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ നേരെ പകുതിയോളം മതിയാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഈ ഒരു പാക്കറ്റ് നവരരി ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള കഞ്ഞിക്കൊക്കെ നവരരിയാണ് ഏറ്റവും നല്ലത്. നവരരിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് കുതിർത്ത് വെക്കുന്നത് സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പ് ഇതിന്റെ നേരെ പകുതി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. സൂചി ഗോതമ്പിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. കഞ്ഞിക്ക് നല്ല രുചിയും അതുപോലെ തന്നെ നല്ല കട്ടി കിട്ടാനും സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയറും ഇതുപോലെ തന്നെ നേരെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയറിൽ ധാരാളം ഫൈബറും വിവിധ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ കയ്പ് ഇഷ്ടമില്ലാത്തവർ ഇതിന്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. ഉലുവ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ്. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയ്ക്ക് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും നല്ലതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മുലപ്പാൽ വർദ്ധിക്കാൻ നല്ലതാണ് ഈ ഉലുവ. സ്കിന്നിനും ഹെയറിനും എല്ലാം തന്നെ ഉലുവ വളരെ നല്ലതാണ്. പൊടിമരുന്ന് ഒഴികെയുള്ള എല്ലാ ചേരുവകളും 1/7 ഭാഗം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മളിത് കുതിർത്തി വെക്കാനായിട്ട്. ഇത് നല്ലപോലെ തന്നെ കഴുകി എടുത്തിട്ട് വരാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 2 പ്രാവശ്യം കഴുകിയെടുത്താൽ മതിയാകും. മരുന്ന് പൊടി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കണം. ഒരാൾക്ക് മാത്രം കഴിക്കാനാണെങ്കിൽ ഇതിന് 1/7 ഭാഗം ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഞാൻ 4 പേർക്ക് കഴിക്കേണ്ട അളവിലാണ് ഉണ്ടാക്കുന്നത്. കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഈ കുതിർത്തിയ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. വേറെ ഇനി കഴുകേണ്ട ആവശ്യമില്ല. ഒരു 8 മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് വെക്കാം. ഞാനിത് ഓവർനൈറ്റ് ആണ് കുതിരാനായിട്ട് വെക്കുന്നത്. ഇനി നാളെ രാവിലെ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നോക്കാം. രാത്രിയിൽ കുതിർത്തി വെച്ചിട്ടുള്ള നവരി അരി, സൂചി ഗോതമ്പ്, ചെറുപയർ, ഉലുവ ഇതൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ആയപ്പോഴത്തേക്കും കുക്കറിലേക്ക് ഈ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ വെന്ത് കാണും. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി വരുന്ന 3 വിസിൽ ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. 4 വിസിലും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിന്റെ പ്രഷർ നല്ല പോലെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അരിയും മറ്റു ധാന്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി കഞ്ഞി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ.
കഞ്ഞി ഇത് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കഞ്ഞിക്കൂട്ടിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വിവിധ ആയുർവേദ ഔഷധ ചേരുവകളുടെ മിശ്രിതമാണ് ഈ ഔഷധപ്പൊടി. ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. മരുന്ന് പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാല്. 1 കപ്പ് തേങ്ങ, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. കുട്ടികളൊക്കെ കുടിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കരിപ്പെട്ടി ചക്കര ചേർത്ത് കൊടുക്കാം. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. കഞ്ഞി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ പാകത്തിന് കുറച്ച് ലൂസായിട്ടാണ് കഞ്ഞി വേണ്ടത്. ഇനി കഞ്ഞിയിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ. 1ാം പാലാണ്. ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത്. ഒരുപാട് ഔഷധ ഗുണമുള്ള കർക്കിടകഞ്ഞി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഞ്ഞി ഈ ചെറിയൊരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കർക്കിടക മാസത്തിൽ പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കഞ്ഞിയൊക്കെ കുടിച്ചാൽ നല്ലതാണ്. പ്രതിരോധ ശേഷി കൂട്ടാനും നടുവേദനയുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും സന്ധിവേദന മാറാനും മാത്രമല്ല വാദസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഈ കഞ്ഞി വളരെ നല്ലതാണ്. ഈ കഞ്ഞി കുടിക്കുന്നത് കർക്കിടക മാസത്തിൽ വളരെ നല്ലതാണ്. നടുവേദന ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും പ്രതിരോധ ശേഷി കൂട്ടാനും സന്ധിവേദനക്കും നല്ലതാണ്. മാത്രമല്ല വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ഈ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് നോക്കണം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിത് മുടങ്ങാതെ ഒരു 7 ദിവസമെങ്കിലും കുടിക്കണം, എന്നാലാണ് നമുക്ക് നല്ലത്. പറ്റുമെങ്കിൽ കർക്കിടക മാസം മുഴുവനും കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഉലുവക്കഞ്ഞി അതുപോലെ തന്നെ ഔഷധക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ കുറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ശ്രീജാസ് ഫുഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.